Hello guys, welcome to my YouTube channel. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബജാജ് ഡോമിനാറിൻ്റെ ബാക്ക് ഡിസ്ക് റിയർ ഡിസ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ റിയർ ഡിസ്ക് ക്ലീൻ ചെയ്യാനായിട്ട് 2 പിൻ ലോക്ക് ഊരണം. ആദ്യം തന്നെ കാലിപ്പറിൽ വരുന്ന പിൻ ലോക്സ് അത് ഊരാനായിട്ട് നേരിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും യൂസ് ചെയ്യാം. ആ പിൻ ലോക്സ് വരുന്നത് ഒരു റോഡിലാണ്. ആ റോഡിൽ 2 ഹോൾസാണുള്ളത്. ആ ഹോളിലാണ് ഈ പിൻ ലോക്സ് ഇടുന്നത്. അപ്പോൾ റോഡിൻ്റെ വണ്ണം ആ വണ്ണത്തിനനുസരിച്ചുള്ള ഒരു നേരിയ സ്ക്രൂ ഡ്രൈവറോ ഒരു ആണിയാണെങ്കിലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് ടൂളൊന്നുമില്ല പിൻ ലോക്ക് ഊരാനായിട്ട്. നേരിയൊരു കമ്പി കഷ്ണമായാലും മതി. എന്നിട്ട് പതുക്കെ നമ്മുടെ ഡിസ്ക് പാഡ്സ് ഊരിയെടുക്കണം. താഴത്തേക്ക് പുള്ള് ചെയ്തിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. താഴത്തേക്ക് പുഷ് ചെയ്തിട്ട് വേണം വലിച്ചെടുക്കാനായിട്ട്. മിനി ഡിസ്ക് പാഡ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം. എൻ്റെ 2 സൈഡിലും തുരുമ്പ് പോലെ കാണാവുന്നതാണ്. ഡസ്റ്റും മണ്ണും എല്ലാം കൂടി ഒട്ടി പിടിച്ചിരിക്കുന്ന സീനാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് ആദ്യം ഒന്ന് ഉരക്കണം. അതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക. നമ്മുടെ യൂഷ്വൽ പരിപാടി, സോപ്പ് പൊടിയും ബ്രഷും. ഒരു കാരണവശാലും WD-40 ഓയിലോ ഒന്നും അതിൻ്റെ ഇടയിലേക്ക് അടിക്കരുത്. പിന്നെ ബ്രേക്ക് പോയെന്ന് പറഞ്ഞിട്ട് എന്നെ തെറി പറയരുത്. പിന്നെ മെയിൻ കാര്യം പറയാൻ മറന്നുപോയി, ബാക്ക് ബ്രേക്കിൻ്റെ പെഡലൊരിക്കലും ചവിട്ടരുത്. ഇങ്ങനെ പാഡ്സ് ഊരിയെടുത്ത സമയത്ത് ബാക്ക് ബ്രേക്സ് അപ്ലൈ ചെയ്യരുത്. കാരണം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൺ പുറത്തേക്ക് തള്ളി വരും. പിന്നെ പിസ്റ്റൺ തിരിച്ച് കയറ്റാനായിട്ട് ഡിസ്ക് കാലിപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പാഡ് ഇടയിലേക്ക് കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്താൽ പിന്നെ പിസ്റ്റനകത്തേക്ക് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ അത് കഴിയുന്നത് ചവിട്ടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അപ്പം ഇനി നല്ലപോലെ നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചുക. ഡസ്റ്റും മണ്ണും എല്ലാം കളയാം. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തെടുക്കാം.
പിന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൊറോണ വൈറസ് നമ്മുടെ കേരളത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ബൈക്കായിട്ട് റൈഡിനൊന്നും ഇറങ്ങരുത്. ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വീടിനെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ വണ്ടി ഓടിച്ചടക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുക. അത്യാവശ്യം നമ്മൾ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങുക. അത് രാവിലെ ഇറങ്ങിയിട്ട് അപ്പം തന്നെ തിരിച്ച് കയറാൻ നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് A to Z സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് അപ്പം തന്നെ തിരിച്ച് കയറുക. അല്ലാതെ പാല് മേടിക്കാനായിട്ട് ഒരു പ്രാവശ്യം, പച്ചക്കറി മേടിക്കാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം, പിന്നെ കറി മേടിക്കാനായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം, സോപ്പൊടി മേടിക്കാൻ നാലാമത്തെ പൊട്ടം, അങ്ങനെ പോകരുത്. ദൈവത്തെ ഓർത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഒറ്റപ്പെട്ടം കടയിലേക്ക് പോവുക, എല്ലാം പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കയറുക, റെസ്റ്റ് എടുക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്. നമ്മുടെ ഇങ്ങനെ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരു രീതി കൊണ്ട് നമ്മുടെ വീട്ടുകാരും സേഫ് ആവും, അതേപോലെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഡിസ്പാഡ്സ് ഫിറ്റ് ചെയ്യാം. ഡിസ്പാഡ്സ് ഫിറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ താഴത്തുനിന്ന് പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിയിട്ട് വേണം നമുക്ക് ആ റോഡ് ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഒന്ന് ക്ലോസപ്പ് എടുത്തിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ റോഡൊക്കെ ഇടുന്നതിന് മുന്നേ റോഡും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. റോഡിൻ്റെ ഹോൾസിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വേണം അത് പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റാനായിട്ട്. ഓക്കെ, ഞാനിതിൻ്റെ ഒരു ക്ലോസപ്പ് വീഡിയോ ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കുക. ഈ ഡിസ്പാഡ്സ് താഴേന്ന് പുഷ് ചെയ്ത് വേണം അകത്തേക്ക് കയറ്റാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ റോഡ് ഇടാൻ നേരത്ത് ആ ഹോളിൻ്റെ അവിടെ കറക്റ്റ് നമ്മുടെ ഡിസ്പാഡ്സിൻ്റെ ഹോളും പിന്നെ കാലിപ്പറിൻ്റെ ഹോളും കൂടി അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് പറഞ്ഞ ക്ലോസപ്പ് വീഡിയോ. ശ്രദ്ധിച്ച് നോക്കൂ. ഇതാണ് ആ രണ്ട് പിന്ന് ഇടുന്ന രണ്ട് ഹോൾസ്. നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം ഈ റോഡ് പ്രസ് ചെയ്ത് കയറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്. ഡിസ്പാഡ്സ് താഴേന്ന് പുഷ് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറ്റാൻ. രണ്ട് ഡിസ്പാഡ്സ് ഊരി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ കയറ്റേണ്ടതെന്നുള്ളത്. ഓക്കെ, ഡിസ്പാച്ച് എടുക്കുക, എന്നിട്ട് താഴേന്ന് പുഷ് ചെയ്ത് അകത്തേക്ക് കയറ്റിയിട്ട് കണ്ടോ, താഴേന്ന് പുഷ് ചെയ്ത് കയറ്റിയിട്ട് മേളിലേക്ക് പോക്കുക. അത് നമ്മുടെ ഈ താഴേന്ന് പുഷ് ചെയ്ത് കയറ്റുമ്പോൾ ഇത്തിരി വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഹോള് പിന്നെ മറ്റേ നമ്മുടെ റോഡ് ഇടുന്ന ഹോള് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാണെന്ന് തോന്നുന്നു. കണ്ടോ, താഴേന്ന് പുഷ് ചെയ്ത് കയറ്റിയുണ്ടോ, കറക്റ്റായിട്ട് അവിടെ മറ്റേ റോഡ് കയറ്റാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി റോഡ് എടുത്തിട്ട് കയറ്റാം. ഇന്നിപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറയും പിടിക്കണം, ഒരു കൈ കൊണ്ട് റോഡ് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു സീൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ പാളിപ്പോയി, എന്നാലും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താ റോഡ് കയറ്റുന്നതുണ്ടോ, റോഡ് ആ സൈഡിൽ നിന്ന് തന്നെ കയറ്റണം. എന്നിട്ട് പുഷ് ചെയ്ത് അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് വേണം പിന്നിടാൻ.
പിന്നിടുമ്പോൾ പിന്നിൻ്റെ ഡയറക്ഷൻ തെറ്റിപ്പോകാൻ നോക്കണം. പിന്നെ അപ്പുറത്തെ സൈഡിലേക്കാണ് ഇരിക്കേണ്ടത്. ഇപ്പം ഞാൻ ആദ്യം ഈ പിന്നിട്ടപ്പോൾ കണ്ടോ, പിന്നെ ഈ അറ്റത്തേക്കായി പോയി ഫേസ് ചെയ്ത്. പിന്നിൻ്റെ ആ തല വന്നിട്ട് നമ്മുടെ കാലിപ്പറിൻ്റെ സൈഡിലേക്ക് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ. കാരണം ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കാലിപ്പറിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം പിന്നെ പുഷ് ചെയ്ത് കയറ്റാനായിട്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.